ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറേ അധികം നാളെ വീഡിയോ ഇട്ടിട്ട് ഇന്നിപ്പോൾ ഒരു മൂഡ് വന്നുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല വീഡിയോ ചെയ്യുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്ത് വീഡിയോ എന്ന് തമ്പനയിൽ കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായിട്ടോ. നമ്മൾ ഇന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണം. അപ്പൊ നമ്മള് ഒരു മെമ്മറി ആയിട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെക്കാൻ നമ്മൾ വിചാരിച്ചു. അതെ, എനിക്ക് തോന്നുന്നു ഒരു 3 to 4 months ആയിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ 9 months ഓൾമോസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു ബാഗ് പാക്ക് ചെയ്യുന്ന, ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ വെക്കാന്ന് കാണിച്ചത്. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല, ഖത്തറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മള് പെയിൻ വന്നതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അതിന് മുമ്പ് അഡ്മിറ്റ് ചെയ്യില്ല. നമ്മൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് അല്ലെ? ഉണ്ട്. നാട്ടില് വെച്ച് നോക്കുമ്പോ ഞാൻ കേട്ടിരിക്കുന്നത് മുൻപേ ഡേറ്റ് കൺഫേം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവര് കറക്റ്റ് ആയിട്ട് ഒരു ഫോളോ അപ്പ് ഒക്കെ നടത്തി ഒരു 1 weekനുള്ളിൽ പോയിട്ട് അഡ്മിറ്റ് ആവാൻ പറയും. അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. അതായത് ഈ പറഞ്ഞ മാതിരി പെയിൻ വന്നതിന് ശേഷം പോയിട്ട് നമുക്ക് അഡ്മിറ്റ് ആയാൽ മതി, അല്ലെങ്കിൽ എമർജൻസി പോയാൽ മതി, അങ്ങനെയാണ്. അതായത് ഒരു 1 or 2 days മാത്രം അവിടെ സ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ള ഇതാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അതിന് മുന്നേ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നു എല്ലാവരും മുന്നേ ഒരു 7 months or 8 months ഒക്കെ ആകുമ്പോഴേക്കും ബാഗ് പാക്കിങ്. നമ്മൾ ഇത്തിരി ലേറ്റ് ആവാൻ കാരണം വെച്ചാൽ അമ്മ വന്നു. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പാക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് ഈ ബാഗിലാണ് നമ്മള് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്, കോമ്പാക്ട് ആയിട്ടുള്ള ബാഗാണ്. എന്നാൽ കുറച്ച് സാധനങ്ങൾ ഇതില് തികയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാഗ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് സാധനങ്ങൾ ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കുന്നത് ചെക്ക് ചെയ്യാം. എടുത്തു വെക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി നോക്കാം എന്തൊക്കെ ലിസ്റ്റ് വേണ്ടെന്ന്. ലിസ്റ്റ് എന്തായാലും ഡ്രസ്, മോം ആൻഡ് ബേബിയുടെ 2 ടൈപ്പ് ഓഫ് നമുക്ക് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഡ്രസ് അല്ലേ, ഡ്രസ് ഒരു 3 പോരാ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അധികം ഇല്ലല്ലോ, അപ്പൊ 3 മതിയായിരിക്കും. ഓക്കെ, പിന്നെ ഡയപ്പർ, അഡൾട്ട് ഡയപ്പർ, പിന്നെ എന്താ പറയാ കോംബ്, മോയ്സ്ചറൈസർ. ഞാൻ റഫായിട്ട് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചാൽ മതി. കോംബ്, മോയ്സ്ചറൈസർ, പേസ്റ്റ്, സോപ്പ്, ബ്രഷ്, ഹെയർ ടൈ, ടവൽ, പിന്നെ വേസ്റ്റ് ക്ലോത്ത്, കവർ. ഇതൊക്കെ പറയുമ്പോൾ അത് മറ്റേ സൗണ്ട് ഇടാൻ പ്രശ്നമില്ല. നീ വായിച്ചോ? QID, ഹെൽത്ത് കാർഡ്, ATM, സ്വെറ്റർ, സോക്സ്, ഹാൻഡ് സോക്സ്, പിന്നെ ഹാൻഡ് മറ്റു സാധനം ഇടുന്നത്, കവർ, വാട്ടർ ബോട്ടിൽ, ഫോൺ, ചാർജർ, ഹെഡ്സെറ്റ്, ഫ്രൂട്ട്സ്, സ്നാക്സ്. ഫ്രൂട്ട്സ് ഓർ സ്നാക്സ് ആണോ? മേക്കപ്പ് ഐറ്റംസ്, കോക്കനട്ട് ഓയിൽ, ടിഷ്യൂ, മെഡിസിൻ, മാസ്ക് എഴുതിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ്. ഇനി ബേബിയുടെ ആക്ച്വലി ഡ്രസ് ഇതാണ്, ഒരു 3 ഡ്രസ്, പിന്നെ ടവല്. ബേബിനെ കുളിപ്പിക്കുന്നുണ്ടാവില്ല, അതിന് വേണ്ടി നമ്മൾ ക്ലോത്ത് എഴുതിയിട്ടുണ്ട്, വെറ്റ് വൈപ്സ് എഴുതിയിട്ടുണ്ട്, പിന്നെ ജസ്റ്റ് വിത്തൗട്ട് ആൽക്കഹോൾ. ഓക്കെ, പിന്നെ ബേബി സ്വാഡിൽ, പിന്നെ പാമ്പേഴ്സ്, വൈറ്റ് ക്ലോത്ത്, റിസീവിംഗ് ബെഡ്, മിറ്റൻസ്, ബൂട്ടീസ്, ക്യാപ്പ്, ബേബി ക്യാപ്പ്. ഓക്കെ, അത്രേ ഉള്ളൂ വിചാരിക്കുന്നല്ലേ? ഓക്കെ, ഞങ്ങള് കൊറേയൊക്കെ നോക്കി അങ്ങനെ ഓൾറെഡി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞങ്ങള് അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി വെക്കാം. പ്രോപ്പർ ആയിട്ട് പാക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഇരിക്കുന്നുണ്ട് അല്ലെ? ഓരോ സാധനങ്ങൾ നമുക്ക് എടുത്തു തരും, നമ്മളത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ മമ്മിന്റെ ഡ്രസ് ഒരു 2 pair മതിയാവില്ലേ? ഏതൊക്കെ കൊണ്ടുപോകണം? ഇത് ഒരു മെറ്റേണിറ്റി ഡ്രസ്, ഇതൊരു മെറ്റേണിറ്റി ഡ്രസ്സ്, പിന്നെ ഇത് ഒരു നൈറ്റി. ഒരു നൈറ്റി. ഓക്കെ, ആക്ച്വലി അവിടെ ഓൾറെഡി അവരുടെ ഡ്രസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ടൊരു 3 പറയുന്നത്. അടുത്ത് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇന്നേഴ്സ് ഡ്രസ്സിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് അഡൽട്ട് ഡൈപ്പേഴ്സ് ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്യും. ഇനി നമുക്ക് ഇത്രയും വലിയ കുറേക്ക് അതിന്റെ സ്പേസ് മൊത്തം പോവാണ്. എന്താ ചെയ്യാം? ഇല്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് അത് വെക്കേ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ അഡൽട്ട് ഡൈപ്പർ വെച്ചു. ഇനി
പിന്നെ ചേച്ചിയുടെ എസെൻഷ്യൽസ് എന്തെങ്കിലും മറ്റേ ഈ കോമ്പ് അങ്ങനത്തെ സംഭവങ്ങൾ. ഓക്കെ, അത് ഞാൻ ഓൾറെഡി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ എടുത്ത് വെക്കാം. കോമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ആ പറഞ്ഞോ. കോമ്പ്, മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, പിന്നെ ഹെയർ ടൈ, ഓക്കെ, ടവല്, ടവല് ഈ ടവല് ഞാൻ വെച്ചിട്ടില്ല, നമുക്ക് വെക്കാം. ബോഡി ലോഷൻ, ഓക്കെ, ഇത്രയും കാര്യങ്ങള് ജസ്റ്റ് എസെൻഷ്യൽസ് വെക്കാം. അതൊക്കെയാണ് ഈ സംഭവങ്ങൾ. ഓക്കെ, ശരി. അടുത്തത് അതിൽ മൂവും കൂടെ ഉണ്ടല്ലേ? മീൻസ് എന്തെങ്കിലും നമുക്ക് ബാക്ക് പെയിൻ എന്തെങ്കിലും വരാണെങ്കിൽ നമുക്ക് വെക്കാമല്ലോ. ഓക്കെ, ഓക്കെ, ആ എസെൻഷ്യൽസ് വെച്ചു. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും എന്ത് ആവശ്യം, വേസ്റ്റ് കുറച്ച് ക്ലോത്ത് കയ്യിൽ വെക്കാം. കുഞ്ഞിനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും യൂസ് ആകുന്ന ക്ലോത്ത്. ക്ലോത്ത്. ഓക്കെ, പിന്നെ ഓക്കെ, ദെൻ ഒരു കവർ, ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു എക്സ്ട്രാ കവർ ഇടാനോ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു കവർ. പിന്നെ വാട്ടർ ബോട്ടിൽ ലാസ്റ്റ് വെക്കാം. പിന്നെ ഫോണ്, ചാർജർ, ഹെഡ്സെറ്റ് അതെല്ലാം ലാസ്റ്റ് വെക്കാം. പിന്നെ സ്ലിപ്പേഴ്സ് അത് നമുക്ക് ലാസ്റ്റ് വെക്കാം. പിന്നെ മേക്കപ്പ് ഐറ്റംസ്, അതായത് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു മേക്കപ്പ് ഒന്ന് തിരിച്ചു വരുമ്പോ ചെയ്യാൻ വേണ്ടിട്ട്, ഒന്നുമില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക് അത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ലിപ്സ്റ്റിക് വെച്ചിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് ഓയിൽ അല്ല, പിന്നെ ഒരു കോക്കനട്ട് ഓയിൽ അത് സെറ്റ് ആക്കും. അത് നെക്സ്റ്റ് ഒരു ടിഷ്യൂ ബോക്സ്. പിന്നെ മെഡിസിൻസ് ആക്ച്വലി ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെഡിസിൻസ് എസെൻഷ്യൽ നമ്മൾ ഓൾറെഡി ഉള്ള മെഡിസിൻ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റ്സ് തന്നെ വെച്ചിരിക്കുന്നു. പിന്നെ ഖത്തർ ഐ ഡി, മാസ്ക് ആണല്ലോ, ഖത്തർ ഐ ഡി, ഹെൽത്ത് കാർഡ്, ATM, ഇതെല്ലാം ഒരു വാലറ്റിലാക്കിയിട്ട് വെക്കാം. അതിപ്പോ വെക്കുന്നില്ല, നമുക്ക് ആ പോണ ടൈമിൽ വെക്കാൻ മതി. ഞാൻ ജസ്റ്റ് ഇവിടെ അതിന്റെ ഒരു പൗച്ച് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ദെൻ മാസ്ക് വെച്ചു. ഓക്കെ, മാസ്ക്, ദെൻ സ്വെറ്റർ. വിന്റർ ആയതുകൊണ്ടും കൂടെയാണ് നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ സാധനങ്ങൾ എടുക്കേണ്ടി വരുന്നുണ്ട്. വിന്റർ സ്വെറ്റർ, സോക്സ്, ഹാൻഡ് ഗ്ലൗസ്. ഓക്കെ, പിന്നെ സോക്സ് അല്ല, സോക്സ്, ഹാൻഡ് ഗ്ലൗസ്. ഓക്കെ, അതെല്ലാം വെച്ചു. ഇത്രയാണ് മോംസ് അമ്മയുടെ ഐറ്റംസ് ഇത്രയാണ് വേണ്ടത്. ഇനി ബേബിയുടെ നമുക്ക് ഡ്രസ്സ്, ബേബിയുടെ നമ്മൾ കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിട്ട് കുറച്ചും കൂടെ എക്സ്ട്രാ സംഭവങ്ങൾ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ പാമ്പേഴ്സ്. ഓക്കെ, പാമ്പേഴ്സ് ആണ് ഫസ്റ്റ് മെയിൻ ഐറ്റം. ബേബിയുടെ പാമ്പർ അല്ല, ബേബിയുടെ പാമ്പേഴ്സ്. ഓക്കെ, ദെൻ ഡ്രസ്സ്, ബേബിയുടെ ഡ്രസ്സിൽ ബേബിയുടെ ക്യാപ്പ്, ബേബി ക്യാപ്പ്, ബേബി ക്യാപ്പ്, ബേബി ക്യാപ്പ് 3 പിന്നെ ബേബിയുടെ ബൂട്ടീസ്, മിറ്റൻസ്. ബേബിയുടെ കാലിൽ ഞാൻ എടുത്തരാം. 3 കാലിലും കയ്യിലും ഇടുന്ന സോക്സ്, ഗ്ലൗസ് പോലത്തെ. ദെൻ ബേബിയുടെ ടവല്, വൈറ്റ് ടവല്, ബേബിയുടെ ടവല്. ദെൻ ഇതും ഒരു ഇതിലാക്കണ്ടേ? കവറില് കവർ ചെയ്തിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇതിൽ വെക്കണോ? ഇതിന്റെ കൂടെ വെക്കട്ടെ ഞാൻ? അതിൻ്റെ കൂടെ വെച്ചു. അതെന്തായാലും കാണിക്കണം, തുറന്നിട്ട് കാണിക്കണം. ഇതാ ടവല്, ബേബിയുടെ ടവല്. നല്ല അത്യാവശ്യം കട്ടി ഉണ്ടല്ലോ. വിൻഡർ അഡ്ജസ്റ്റ് റാപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ വാട്ടർ അബ്സോർബ് ചെയ്യും. അങ്ങനെ ടവലുണ്ട് നമ്മുടെ. ദെൻ ബേബിയുടെ സ്വാഡില് ഒരു ഇത് റാപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി സ്വാഡിലല്ല, പക്ഷെ നമുക്ക് അതേപോലെ യൂസ് ചെയ്യാം. കാരണം ഓൾറെഡി ബേബി ബെഡ് റിസീവിംഗ് ബെഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് എക്സ്ട്രാ വെക്കുന്നതാ. കുഴപ്പമില്ല. നമുക്ക് ഇതാണ് അപ്പൊ റിസീവിംഗ് ബെഡ്. ഇത് സിപ്പ് ഉണ്ട്, അപ്പൊ
അത് അറിയാലോ. അറിയാലോ. അല്ല അറിയില്ല അറിയണവർക്ക് അറിയണ്ടാവല്ലോ. ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കാലോ. ഇനി മടക്കാൻ പറ്റുമോ? ഇല്ല അങ്ങനെ മടക്കി വെക്കണ്ട. അങ്ങനെ വെച്ചാ ഓക്കെ. കുഞ്ഞിന്റെ ഡ്രസ്സ് നമ്മളിപ്പോ 2 ഡ്രസ്സ് ഇതോ നമ്മള് കുഞ്ഞിതാണ് എടുത്തേക്കണത്. ഇനി ഇതിനേക്കാൾ കുഞ്ഞിതാണോ വലുതാണോ അറിയില്ല. 0 to 3 monthsന്റെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ ആയിരിക്കും വിചാരിക്കണം. നോക്കാം. നമ്മളിൽ പല സൈസിലുള്ള ഉണ്ട്, പക്ഷെ ഇത് ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത് നമ്മള് 2 എടുത്തിട്ടുള്ളൂ. 2 പോരെ? മറ്റേ ഇത് എടുത്തിട്ടുണ്ടല്ലോ. അതല്ല, ഇത് 2 പിന്നെ ഈ ഒരു ടൈപ്പും കൂടി ജസ്റ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന് പാന്റ് ഇല്ല, അതാണ് കുഴപ്പമില്ല. നോക്കാം. എന്തായാലും ഡൈപ്പർ ഇൻ കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടിരിക്കാലോ. പിന്നെ ഒരു ലോഷൻ, ഒരു ബോഡി ലോഷൻ നമ്മൾ സെബാമെന്റിന്റെ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഡൈപ്പർ റാഷ് നമ്മൾ വാങ്ങിയിട്ടില്ല. നമ്മളത് വാങ്ങിയിട്ട് വെക്കാം. പിന്നെ എന്താ വാങ്ങാനുള്ള വെറ്റ് വൈപ്സ് വാങ്ങുമ്പോ ആൽക്കഹോളിക് ഫ്രീ ആണോന്ന് പ്രത്യേകം. നോൺ ആൽക്കഹോളിക് വാങ്ങണം. ഓക്കെ, അത് 2 വാങ്ങാനുണ്ട്. പിന്നെ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓൾറെഡി അവിടെ നമുക്ക് ഹോട്ട് വാട്ടർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നാലും നമ്മളൊരു ഫ്ലാസ്ക് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി. അതെ, ഇത്രയാണ് നമ്മൾ കൊണ്ടുപോകുന്ന സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? കഴിഞ്ഞില്ലേ? വേറൊന്നും പറയാനില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബാക്ക് പാക്കിംഗ് വീഡിയോ. കുറച്ച് പേർക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആവും വിചാരിക്കുന്നു. നമ്മൾ ലിസ്റ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഓക്കെ, അപ്പൊ ശരി, ടാറ്റൻ. അടുത്ത വീഡിയോ നോക്കാം. മാക്സിമം ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പൊ ശരി, അപ്പൊ ബൈ, ടേക്ക് കെയർ, സീ യു. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ കാണുന്ന എല്ലാവരും പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ, ടേക്ക് കെയർ.